ക്രിസ്തുദർശനം എന്ന ഈ പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വനിതാ നോവലിസ്റ്റായ ടെയ്ലർ കാഡ്വെൽ എഴുതിയ ദ ഡിയർ ആൻഡ് ഗ്ലോറിയസ് ഫിസിഷ്യൻ, സ്നേഹപൂർണനും മഹത്വമുള്ളവനുമായ ഭിഷഗ്വരൻ, വൈദ്യൻ എന്നുള്ളതാണ് ഈ നോവലിൻ്റെ പേര്. സുവിശേഷകനായ വിശുദ്ധ ലൂക്കായാണ് ഇവിടുത്തെ വൈദ്യൻ. നമുക്കറിയാം, പ്രാചീന കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറായിരുന്നു സുവിശേഷകനായ വിശുദ്ധ ലൂക്കോസ്. ലൂക്ക എന്നും ലൂക്കോസ് എന്നും ഒക്കെ ഇംഗ്ലീഷിൽ ലൂക്ക് എന്നൊക്കെ വിളിക്കും. നോവലിൽ അദ്ദേഹത്തിൻ്റെ പേര് ലൂക്കാനസ് എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെയാണ്. അദ്ദേഹം ഗ്രീക്ക് വംശജനാണ്. പേരുകൾ പ്രത്യേകിച്ചും പല ഭാഷകളിൽ പല രൂപത്തിലാണ് ഉച്ചരിക്കുന്നത്. ഇംഗ്ലീഷിൽ അലക്സാണ്ടർ എന്ന് പറയും, ഹിന്ദിയിൽ സിക്കന്ദർ എന്ന് പറയും, സംസ്കൃതത്തിൽ സ്കന്ദൻ എന്ന് പറയും, മലയാളത്തിൽ ചാണ്ടി എന്ന് പറയും. ഇതെല്ലാം ഒരു പേരാണ്. ഇത് തമിഴിൽ ആണ്ടിയാവും, സുബ്രഹ്മണ്യൻ, സ്കന്ദൻ, അങ്ങനൊരു സിദ്ധാന്തമുണ്ട്. ഇതെല്ലാം അലക്സാണ്ടർ തന്നെയാണ് തമിഴന്മാരുടെ ആണ്ടി എന്ന്. ഇതെല്ലാം ഒരു പേരാണ്. അപ്പോൾ അങ്ങനെയാണ് ലൂക്കാനസ് മലയാളത്തിൽ വരുമ്പം ലൂക്കോസോ ലൂക്കായോ ഒക്കെ ആകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ടെയ്ലർ കാഡ്വെൽ ഈ നോവലിൽ ചിത്രീകരിക്കുന്നത്. വളരെയേറെ ഗവേഷണങ്ങൾ നടത്തി. 46 വർഷത്തെ നിരന്തരമായ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ്, പലവട്ടം മാറ്റി എഴുതുകയാണ് ഈ നോവൽ അവരത് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷാകര മാർഗത്തിലൂടെ സുവിശേഷകനായ വിശുദ്ധ ലൂക്ക നടത്തിയ നിരന്തരവും നിസ്തന്ത്രവുമായ അന്വേഷണത്തിൻ്റെ കഥയാണ് ടെയ്ലർ കാഡ്വെൽ ഈ നോവലിൽ ചിത്രീകരിക്കുന്നത്. ആൻറ്റിയോക്ക് സിറിയയിലെ സ്ഥലമാണ്. അവിടുത്തെ ട്രിബ്യൂൺ, റോമൻ പട്ടാളത്തിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെയാണ് ട്രിബ്യൂൺ എന്ന് വിളിക്കുന്നത്. പല ജോലികളുണ്ട്. സൈനിക ജോലിക്ക് പുറമെ ഈ നികുതി പിരിച്ച് സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കുക എന്നൊക്കെയുള്ള ജോലിയുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ഡിയോഡറസ് എന്നു പേരായ ട്രിബ്യൂണിൻ്റെ കൊട്ടാരം, അതിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവിടുത്തെ കണക്കെഴുത്തുകാരനാണ് ഏനിയാസ് എന്നയാൾ. അദ്ദേഹം ഒരു അടിമയാണ്. ഇപ്പോൾ അടിമയല്ല, മുമ്പ് അടിമയായിരുന്നു. ഡിയോഡറസ് അയാളെ അടിമ വൃത്തിയിൽ നിന്ന് മോചിപ്പിച്ചതാണ്. അങ്ങനെയുണ്ട്, അടിമകളെ മോചിപ്പിക്കാം. ഡിയോഡറസ് പൊതുവെ അടിമകളോട് വളരെ സഹതാപത്തോടുകൂടി ഇടപെടുന്ന ആളാണ്. വളരെ കർക്കശക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം അടിമകളോട് വളരെ മയത്തിൽ പെരുമാറുന്ന ഒരു മനുഷ്യത്വമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. റോമാക്കാർക്കിടയിൽ അത്തരക്കാർ വളരെ കുറവാണ്. ഈ ഏനിയാസിൻ്റെ മകനാണ് ലൂക്കാനസ്. ഏനിയാസിൻ്റെ ഭാര്യയുടെ പേര് ഐറിസ് എന്നാണ്. ഈ ഐറിസ് ഡിയോഡറസിൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ഒരു ഗ്രീക്ക് ദേവതയെപ്പോലെ സുന്ദരിയാണ് ഈ ഐറിസ്, ലൂക്കാനസിൻ്റെ അമ്മ. ട്രിബ്യൂണായ ഡിയോഡറസിൻ്റെ ഭാര്യയുടെ പേര് അറീലിയ എന്നാണ്. ഇവർക്കൊരു മകളുണ്ട്, റാബ്രിയ. ഈ റാബ്രിയയും ലൂക്കാനസും കളിക്കൂട്ടുകാരാണ്. ലൂക്കാനസിനേക്കാൾ ഒരു 2-3 വയസ്സിന് എളുപ്പമാണ് അവൾ. അവളും അതിസുന്ദരിയാണ്. പക്ഷേ അവൾ രോഗിണിയാണ്. വൈറ്റ് സിക്നസ് എന്നാണ് നോവലിസ്റ്റ് ആ രോഗത്തെ വിളിക്കുന്നത്. ഈ നോവലിൽ എങ്ങനെയാണ് അക്കാലത്തെ രോഗത്തെപ്പറ്റിയും ചികിത്സയെപ്പറ്റിയൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള വിവരണങ്ങളുണ്ട്. വലിയൊരു വിജ്ഞാന ഭണ്ഡാകാരം തന്നെയാണ് ഈ നോവൽ. ആദിമ ക്രൈസ്തവ ജീവിതത്തെപ്പറ്റി, അക്കാലത്തെ ആചാരങ്ങളെപ്പറ്റി, അനുഷ്ഠാനങ്ങളെപ്പറ്റി ഒക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവൾ ചെറുപ്പത്തിൽ തന്നെ രോഗിണിയാണ്, ചികിത്സ ചെയ്യുന്നുണ്ട്. അത് ഡിയോഡറസിൻ്റെ കൊട്ടാരത്തിൽ തന്നെയുള്ള ഒരു മുൻ അടിമ, ഡിയോഡറസിൻ്റെ കൊട്ടാരത്തിൽ തന്നെയുള്ള ഒരു അടിമ കെപ്റ്റ, വളരെയധികം മാന്ത്രിക വേലകളൊക്കെ അറിയാവുന്ന ഒരു അടിമയാണ് കെപ്റ്റ. കെപ്റ്റ ആണ് അവിടുത്തെ ഔദ്യോഗിക ഭിഷഗ്വരൻ. അയാളുടെ ചികിത്സയിലാണ് റാബ്രിയ. ഒരു ദിവസം ഡിയോഡറസ് തൻ്റെ ഉദ്യാനത്തിലൂടെ ഇങ്ങനെ ഉലാത്തുമ്പോൾ അതിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മുടെ ലൂക്കാനസ് ഇരിക്കുന്നത് കണ്ടു. അന്നേരം 8-10 വയസ്സ് പ്രായമുണ്ട്. അവൻ ഗാഠമായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം കരുതിയത്. അടുത്ത് ചെന്നു വിളിച്ചു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഈ ആ സമയത്ത്?
ഉടനെ ലുക്കാനസ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നു? അജ്ഞാതനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് പേരില്ലേ ഈ അജ്ഞാതനായ ദൈവത്തിന്? ഇല്ല, പേരില്ല. എന്നാൽ യഹൂദന്മാരുടെ വല്ല ദൈവമായിരിക്കും അല്ലേ? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ലുക്കാനസ് പറഞ്ഞു, യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല അദ്ദേഹം, ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെയും ദൈവത്തിനോടാണ്. അദ്ദേഹത്തെ നീ എന്ത് വിളിക്കും? ഇവൻ്റെ സംസാരം കേട്ടപ്പോൾ, ലുക്കാനസിൻ്റെ സംസാരം കേട്ടപ്പോൾ ഡിയോഡറസിന് വലിയ കൗതുകം തോന്നി. ലുക്കാനസ് പറഞ്ഞു, ഞാൻ പിതാവേ എന്നാണ് ആ ദൈവത്തെ വിളിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഡിയോഡറസിന് ദേഷ്യം വന്നു. കാരണം നിസ്സാരനായ മനുഷ്യൻ സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് ദൈവനിന്ദയാണെന്നാണ് അദ്ദേഹം കരുതിയത്. അദ്ദേഹം പറഞ്ഞു, ദൈവം കോപിക്കും ഇങ്ങനെ ദൈവനിന്ദ നടത്തിയാൽ. ഉടനെ ലുക്കാനസ് പറഞ്ഞില്ല, ഞാൻ വിളിച്ചാൽ ദൈവം കോപിക്കുകയില്ല. ഞാൻ റാബ്രിയ സുഖപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. അതെന്താണ് നിനക്ക് എത്ര ഉറപ്പ്? കാരണം ദൈവമെന്ന് പറയുന്നത് സ്നേഹമാണ്. അദ്ദേഹം നമ്മളെല്ലാം സ്നേഹിക്കുന്നു. ഇപ്പോൾ റോമാക്കാരനായ ഡിയോഡറസിന് ദൈവം സ്നേഹിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അത്ഭുതകരം തോന്നി. കാരണം അദ്ദേഹത്തിന് പരിചയമുള്ള റോമൻ ദൈവങ്ങൾക്ക് സ്നേഹമെന്ന് പറഞ്ഞ ഒരു വികാരമില്ല. അവർ കോപിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ളത്. സ്നേഹിക്കുന്ന ദൈവം എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതിൽ ഈ പയ്യൻ, ചെറു കുട്ടി, താൻ വിചാരിച്ചതിലും വിവരമുള്ളവനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും മാത്രമല്ല ഇവനോടൊരു പുത്രനോടെന്ന പോലെയുള്ള ഒരു സ്നേഹം തോന്നുകയും ചെയ്തു. മാത്രമല്ല ഇവൻ അതിസുന്ദരനാണ്. ലുക്കാനസ് അവൻ്റെ അമ്മയെപ്പോലെ തന്നെ, അമ്മ അതിസുന്ദരിയാണ്. ഒരു ഗ്രീക്ക് ദേവതയെപ്പോലെ തോന്നിക്കുന്ന ഒരാളാണ് ലുക്കാനസിൻ്റെ അമ്മയായ ഐറിസ്. ഐറിസിൻ്റെ മകനാണെന്നുള്ള ഒരു പരിഗണന കൂടിയുണ്ട് ഡിയോഡറസിന്. കാരണം ഡിയോഡറസിൻ്റെ കളിക്കൂട്ടുകാരിയാണ്. മാത്രമല്ല അയാൾക്ക് ഐറിസിനോടൊരു വല്ലാത്തൊരു പ്രണയമുണ്ടായിരുന്നു. പക്ഷേ ഐറിസ് ഏനിയാസിനെ വിവാഹം കഴിച്ചു പോയി. പിന്നെ ആ കാര്യം അദ്ദേഹം മറന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഡിയോഡറസ് പറഞ്ഞു ലുക്കാനസിനോട്, നീ ഇവിടെ ഇനി ഇരിക്കണ്ട, ഈ പാമ്പും മറ്റുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം, രാത്രിയാണല്ലോ. അങ്ങനെ ഇവൻ്റെ തോളത്ത് കൈവിട്ട് ഇദ്ദേഹം ഏനിയാസിൻ്റെ വീട്ടിൽ ചെന്നു. ഈ വരവ് കണ്ടപ്പോൾ ഏനിയാസ് ഭയപ്പെട്ടു. കാരണം ഇവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞു കാണുമോ? ഇത്ര മഹാനായ ഒരു ട്രിബ്യൂണിനോടൊപ്പം വരുന്നത് കണ്ടപ്പോൾ ഇവൻ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് എന്ന് ഏനിയാസ് പരിഭ്രമിച്ചു. അപ്പോൾ ഡിയോഡറസ് പറഞ്ഞ് പരിഭ്രമിക്കാനൊന്നുമില്ല, നിങ്ങളുടെ മകൻ മഹാബുദ്ധിമാനാണ്. അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി ഏനിയാസിനും അതുപോലെ തന്നെ ഐറിസിനും. മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഇവനെ ഞാൻ അലക്സാൻഡ്രിയയിലെ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിക്കും. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഈ പോകാൻ നേരം, ഡിയോഡറസ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം, ഈ ലൂക്കാനസ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതി കൊടുത്തു. ഇതെന്താണ്? ഇത് കുറേ പച്ചമരുന്നുകളാണ്. ഇത് ഇടിച്ചു പിഴിഞ്ഞ് ഇതിൻ്റെ നീര് വീഞ്ഞിൽ ചേർത്ത് റാബ്രിയായ്ക്ക് കൊടുക്കണം എന്ന് ലൂക്കാനസ് പറഞ്ഞു. കാരണം ലൂക്കാനസിന് ചെറുപ്പത്തിൽ തന്നെ ഈ ചികിത്സയിൽ വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ നടന്ന് പച്ചമരുന്നുകളൊക്കെ പറിക്കുക, അത് സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങൾ, പുരാതന വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ കയ്യെഴുത്ത് പ്രതികളും മറ്റുമൊക്കെ അവിടെ ഉണ്ട്. അത് നോക്കി അദ്ദേഹം ഈ ചെറുപ്പത്തിൽ തന്നെ ഇതിങ്ങനെ പഠിക്കുമായിരുന്നു. ആ പൊതി സ്വീകരിച്ചുകൊണ്ട് ഡിയോഡറസ് പോയി. ഡിയോഡറസ് ഇത് തൻ്റെ വൈദ്യനായ കെപ്റ്റായെ ഏൽപ്പിച്ചു. ഇങ്ങനെ കുറച്ച് മരുന്നുകൾ ലൂക്കാനസ് തന്നിട്ടുണ്ട്. കെപ്റ്റായ്ക്ക് അത്ഭുതം തോന്നി. കാരണം താൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്ന മരുന്നാണിത്. ഇതെവിടെ നീ പയ്യൻ ഇതെവിടെ നിന്ന് കിട്ടി? കെപ്റ്റ ലൂക്കാനസിനോട് ചോദിച്ചു, നീ ഇതെവിടെ കണ്ടെത്തി? ഞാൻ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ മരുന്നുകൾ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ ലൂക്കാനസ് പറഞ്ഞു, അത് ഈ വയലുകളിലുണ്ടായിരുന്നു, ഞാനത് പറിച്ചെടുത്ത് സൂക്ഷിച്ചതാണ് റാബ്രിയായ്ക്ക് വേണ്ടി. ഈ മരുന്ന് ഇടിച്ചു പിഴിഞ്ഞ് ലൂക്കാനസ് പറഞ്ഞതുപോലെ റാബ്രിയായ്ക്ക് കൊടുത്തു. റാബ്രിയയുടെ അസുഖത്തിന് വല്ലാതെ ഭേദമുണ്ടായി. ഡിയോഡറസിന് വലിയ താല്പര്യമുണ്ട്, സന്തോഷമുണ്ടായി തൻ്റെ മകളുടെ രോഗം കുറഞ്ഞതിൽ. അദ്ദേഹം കെപ്റ്റായോട് പറഞ്ഞു, കെപ്റ്റായുടെ മിടുക്കുകൊണ്ടാണ് ഈ രോഗം കുറഞ്ഞതെന്നാണ് ഡിയോഡറസ് വിചാരിച്ചത്.
ഡിയോഡ്രസ് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത്, ഞാൻ ചെയ്തു തരാം. കെപ്റ്റായ്ക്ക് ഒരാവശ്യമുണ്ടായിരുന്നുള്ളൂ, അതായത് തൻ്റെ അടിമത്തം മാറ്റിത്തരണം, തന്നെ മോചിപ്പിക്കണം അടിമത്തത്തിൽ നിന്ന്. അത് സമ്മതിക്കേണ്ടി വന്നു ഡിയോഡ്രസിന്, കാരണം വാക്ക് കൊടുത്തതാണല്ലോ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവായ പ്രിസ്കസ് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 45 വയസ്സാകുമ്പോൾ കെപ്റ്റായെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം, മാത്രമല്ല വലിയൊരു തുക അവൻ ആ സമയത്ത് കൊടുക്കണം. അത് കുറച്ച് നേരത്തെ ആവുന്നതേ ഉള്ളൂ, എന്തായാലും ഏത് കാലത്തായാലും ഇയാളെ മോചിപ്പിക്കണം. അത് സമ്മതിച്ചു. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഒരു റോമൻ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ പ്രമാണപത്രത്തിലൊക്കെ ഒപ്പിടണം. പക്ഷെ ഒരു കാര്യം ഡിയോഡ്രസ് ആവശ്യപ്പെട്ടു, മോചിപ്പിച്ചാലും നീ എന്നെ വിട്ടു പോകരുത്. കാരണം കെപ്റ്റായെ അത്ര ഇഷ്ടമാണ് അവൻ്റെ കഴിവിൽ, വ്യക്തിപരമായിട്ടുള്ള വൈഭവത്തിൽ, ഒരു വൈദ്യൻ എന്നുള്ള നിലയിലുള്ള വൈഭവത്തിൽ വലിയ കഴിവാണ്. മാത്രമല്ല ഈ ലൂക്കാനസിനെ അത്യാവശ്യം ചികിത്സയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇല്ല, ഞാൻ അങ്ങേ വിട്ടു പോവുകയില്ല എന്ന് കെപ്റ്റ പറഞ്ഞു. ലൂക്കാനസിനെ പഠിപ്പിച്ചു കൊള്ളാമെന്ന് ഉള്ള വാഗ്ദാനം ഡിയോഡ്രസ് നടപ്പിലാക്കി തുടങ്ങി. ആദ്യഘട്ടമായിട്ട് റബ്രിയായ്ക്കൊപ്പം അവനെ ക്ലാസ്സിലിരുത്തി. റബ്രിയായെ പഠിപ്പിക്കാൻ വരുന്ന കുസ എന്നു പേരായ ഒരു അധ്യാപകനുണ്ട്. ഈ അധ്യാപകനൊപ്പം ലൂക്കാനസിനെയും ഇരുത്തി, അധ്യാപകൻ റബ്രിയായ്ക്കൊപ്പം ലൂക്കാനസിനെയും ഇരുത്തി പഠിപ്പിക്കുകയാണ്. ഈ കുസ എന്ന് പറയുന്ന അധ്യാപകന് ലൂക്കാനസിനോട് സ്വല്പം ഒരു ഈർഷ്യയുണ്ട്. ഒരു മുൻ അടിമയുടെ മകൻ ഒക്കെ വന്നിങ്ങനെ ഇരിക്കുന്നതിലുള്ള, അതുകൊണ്ട് വളരെ കഠിനമായിട്ടുള്ള പാഠങ്ങൾ, വളരെ ശകാരിക്കുകയും കഠിനമായിട്ടുള്ള പാഠങ്ങളൊക്കെ ഇന്ന് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ലൂക്കാനസ് വളരെ ബുദ്ധിമാനാണ്, വളരെ വേഗം അത് ഒക്കെ പരിഹരിക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കുസായുടെ ഒരു സ്നേഹത്തിന് ഈ ലൂക്കാനസ് പാത്രീഭൂതനായി. ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ലൂക്കാനസ് വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ അത്ഭുതകരമായ, വെളിയിലിറങ്ങാൻ തന്നെ കാരണം ഒരു വല്ലാത്തൊരു പ്രകാശമാണ്. ഒരു അത്ഭുതകരമായൊരു നക്ഷത്രം ആകാശത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് അതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. അത് കിഴക്ക് ദിക്കിലേക്ക് അങ്ങനെ നീങ്ങിപ്പോവുകയാണ്. അത്ഭുതകരമായ ഈ കാഴ്ച ലൂക്കാനസ് നോക്കി നിന്നു. കെപ്റ്റയുമായി ഇതിനെപ്പറ്റി സംസാരിച്ചു. കെപ്റ്റ പറഞ്ഞത് ദിവ്യമായ എന്തിൻ്റെയോ സൂചനയാണ് ഈ ദിവ്യ നക്ഷത്രം. പിന്നൊരു ദിവസം കെപ്റ്റ ലൂക്കാനസിനെ കൂട്ടിക്കൊണ്ടുപോയി ആൻറ്റിയോക്കിലുള്ള ഒരു പുരാതന ദേവാലയത്തിലേക്കാണ്. അവിടെ 2 കാര്യങ്ങളാണ് ലൂക്കാനസിന് കാണിച്ചു കൊടുത്തത്. ഒന്ന്, ഒരു കുരിശ്. അക്കാലത്തെ രീതി അനുസരിച്ച് കുരിശ് എന്ന് പറയുന്നത് വളരെ വെറുക്കപ്പെട്ട ഒരു ചിഹ്നമാണ്. വളരെ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ തറച്ചു കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു കൊലമരമാണ് കുരിശ്. നമ്മളിന്ന് കഴുമരം കാണുന്നത് പോലെ അത് വെറുക്കപ്പെട്ട ഒരു ചിഹ്നമായിട്ടാണ് കുരിശ് കരുതുന്നത്. പക്ഷേ അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ കുരിശിനെ ആരാധിക്കുന്നതായിട്ട് കണ്ടു. ഒരു വളരെ രഹസ്യമായൊരു സ്ഥലത്താണ്. മാത്രമല്ല അവിടെ കെപ്റ്റായ്ക്കൊപ്പം മറ്റു 3 പേര്, രാജകീയ വേഷത്തിലുള്ള 3 പേരെയും കണ്ടു. കെപ്റ്റ പറഞ്ഞു, ഇവരാണ് 3 പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെന്നുള്ള വാക്കല്ല അവിടെ, മാഗൈ എന്നാണ്. അതായത് യേശു ജനിച്ചപ്പോൾ അന്വേഷിച്ച് വന്ന കിഴക്ക് നിന്നുള്ള 3 ദിവ്യജ്ഞർ, 3 രാജാക്കന്മാരാണ് എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അവരെയാണ്. അപ്പോൾ ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് വന്നതാണ് അവർ. അവരെയും കാണിച്ചു കൊടുത്തു. ഈ സംഭവങ്ങളൊക്കെ ലൂക്കാനസിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒന്നും പിടികിട്ടാത്ത രഹസ്യങ്ങളായിട്ട്. മാത്രമല്ല ആ കുരിശിലേക്ക്, അന്ന് കാണിച്ചു കൊടുത്ത കുരിശിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ തിളക്കം മാറുന്നു, അതിൽ നിന്നത് പ്രകാശ കിരണങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ടൊക്കെ ലൂക്കാനസിന് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല കെപ്റ്റ ഒരു കാര്യം കൂടി പറഞ്ഞു, കുരിശിൽ തറച്ച് കൊല്ലപ്പെടുന്ന ഒരുവൻ ഈ ഭൂമുഖത്ത് ജനിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി കെപ്റ്റ വെളിപ്പെടുത്തുകയും ചെയ്തു. ഡിയോഡ്രസിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് ഒരു സെനറ്ററാണ്, കാർവീലിയസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
ഒരു ദിവസം അദ്ദേഹം ഇവരുടെ ഈ ഭവനം സന്ദർശിച്ചു, ഡിയോഡറസിൻ്റെ. അദ്ദേഹം വളരെ ആർത്തിക്കാരനായ, കുഴിമടിയനായ, അങ്ങനെയൊക്കെയുള്ള, അതോ ഡിയോഡറസിന് കാരിവീലിയസിനെ ഇഷ്ടമല്ല. എങ്കിലും അയാളുടെ മകനെ കൊണ്ട് റാബ്രിയായെ വിവാഹം കഴിപ്പിക്കാനൊരു ആലോചനയുണ്ട്. ഇപ്പം റാബ്രിയായ്ക്ക് രോഗമാണ്, ആ രോഗം മാറുമെന്നാണ് പ്രതീക്ഷ. വലിയൊരു തുക സ്ത്രീധനമായിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, ഈ ഡിയോഡറസിൻ്റെ. പക്ഷെ രോഗം മാറണം. ഇവിടെ ആൻറ്റിയോക്കിൽ ജീവിച്ചിരുന്നാൽ ആ രോഗം മാറുകയില്ല. റോമിലേക്ക് പോകണം. അവിടെ ആകുമ്പോൾ കുറേ കൂടി നല്ല ചികിത്സയൊക്കെ കിട്ടും. ഒന്നാമത് ആൻറ്റിയോക്ക് എന്ന് പറയുന്ന ഈ സ്ഥലമൊന്നും ഡിയോഡറസിന് ഇഷ്ടമല്ല. റോമിൻ്റെ പ്രതാപ ഐശ്വര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഡിയോഡറസ്. ഈ വിവരം കെപ്റ്റയോട് പറഞ്ഞു, ഞങ്ങൾ റോമിലേക്ക് താമസം മാറ്റുകയാണ്. ഇപ്പോൾ കെപ്റ്റ പറഞ്ഞു, റോമിലേക്ക് ഇപ്പം പോകരുത്. ഈ കാലാവസ്ഥാ വ്യതിയാനം റാബ്രിയയുടെ ആരോഗ്യത്തെ ബാധിക്കും. ഡിയോഡറസ് സമ്മതിച്ചില്ല. കെപ്റ്റ ലൂക്കാനസിനോട് പറഞ്ഞു, വളരെ രഹസ്യം, അതായത് റാബ്രിയ ഇനി അധികം കാലം ജീവിച്ചിരിക്കുകയില്ല. അവളുടെ രോഗം വളരെ മാരകമാണ്. ഇപ്പോൾ അവളെ കൊണ്ടുപോയാൽ അവൾ പെട്ടെന്ന് മരിക്കും. അതുകൊണ്ട് ഏത് വിധത്തിലും റോമിലേക്കുള്ള ഈ മാറ്റം ഒന്ന് നിർത്തിവെപ്പിക്കണം. അവസാനം കെപ്റ്റ അറീലിയയെ കണ്ട് ഇക്കാര്യം പറഞ്ഞു, റാബ്രിയായ ഒരു കാരണവശാലും കൊണ്ടുപോകരുത് ഇവിടുന്ന്. അവളുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള വസ്തുത വെളിപ്പെടുത്തി. ക്രമേണ റാബ്രിയയുടെ രോഗം കൂടി വന്നു. രോഗക്കിടക്കയിൽ വെച്ച് റാബ്രിയ ഒരു സമ്മാനം കൊടുത്തു ലൂക്കാനസിന്, ഒരു സ്വർണ്ണ കുരിശ്. ഇത് കെപ്റ്റ രഹസ്യമായിട്ട് കൊടുത്തതാണ്. ലൂക്കാനസ് അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഇതിനിടെ അപ്രതീക്ഷിതമായി വലിയൊരു കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. ഈ കൊടുങ്കാറ്റും പേമാരിയും അത് അവിടെ ആ പ്രദേശത്തെ ആകെ അടിച്ച് തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിൽ ഒരു അപകടം സംഭവിച്ചു. ഏനിയാസ് ജോലി ചെയ്തു കൊണ്ടിരുന്ന കെട്ടിടത്തിൽ വെള്ളം കയറുകയും ഏനിയാസ് ഒഴുക്കിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഏനിയാസിനോടൊപ്പം ജോലി ചെയ്തിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇത് ഡിയോഡറസിനെ വളരെയധികം വിഷമിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഇത്ര വിശ്വസ്തനായിട്ടുള്ള ഒരു ഭൃത്യൻ തനിക്ക് നഷ്ടപ്പെട്ടു. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സുരക്ഷ തേടി പോയപ്പോൾ അയാൾ ആ റെക്കോർഡുകൾ, അവിടുത്തെ രേഖകൾ, കണക്കെഴുത്തുകാരനാണല്ലോ, അവിടുത്തെ രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വിലകൊടുത്തു. വലിയൊരു കടപ്പാട് തോന്നുകയാണ് ഡിയോഡറസിന് ഏനിയാസിനോട്. ഏനിയാസിൻ്റെ കുടുംബത്തെ താൻ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഡിയോഡറസ് കൊടുത്തു. ഈ ഒരാഘാതം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ റബ്രിയയുടെ രോഗം കൂടുകയും അവൾ മരിക്കുകയും ചെയ്തു. ഈ രണ്ട് മരണങ്ങളും, പ്രത്യേകിച്ച് റബ്രിയയുടെ മരണം, അച്ഛനോട് വലിയൊരു ആഭിമുഖ്യമോ അടുപ്പമോ ഉണ്ടായിരുന്നില്ല ഈ ലൂക്കാനസിന്. പക്ഷേ റബ്രിയയോട് വല്ലാത്തൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. തൻ്റെ സർവസ്വമായിട്ടാണ് ലൂക്കാനസ് റബ്രിയയെ കണ്ടിരുന്നത്. റബ്രിയയുടെ മരണം ലൂക്കാനസിനെ ആകെ ഇളക്കി മറിച്ചു. അയാളുടെ വീക്ഷണഗതികൾ മാറി. ദൈവം ക്രൂരനാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ അയാളെത്തി. ദൈവം മനുഷ്യനെ വെറുതെ ശിക്ഷിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ് എന്നുള്ള അപ്പോൾ ആ ദൈവത്തോടുള്ള എല്ലാ ആഭിമുഖ്യവും സ്നേഹവും ലൂക്കാനസിന് നഷ്ടപ്പെട്ടു. മാത്രമല്ല, ഈ സമയത്ത് ഡിയോഡറസിൻ്റെ ഭാര്യ അറീലിയ ഗർഭിണിയായിരുന്നു. റാബ്രിയ മരിക്കുന്ന സമയത്ത് അവൾ പ്രസവിക്കാറായി. കെപ്റ്റ ആണ് വൈദ്യൻ. ഇപ്പോൾ കെപ്റ്റ പറഞ്ഞു, ഈ അറീലിയയ്ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. ഒന്നുകിൽ അമ്മ മരിക്കും, കുട്ടി രക്ഷപ്പെടും, അല്ലെങ്കിൽ മറിച്ച്. ഇതിലേത് വേണമെന്ന് കെപ്റ്റ ഡിയോഡറസിനോട് ചോദിച്ചു.
അപ്പോൾ ഡിയോഡ്രസ് പറഞ്ഞു, എനിക്ക് അറീലിയായ വേണം, അവളില്ലാതെ ഒരു കുട്ടി ഉണ്ടായിട്ട് എന്താ കാര്യം. ഏതായാലും ലൂക്കാനസിൻ്റെ സഹായത്തോടുകൂടി അറീലിയായുടെ പ്രസവ ശുശ്രൂഷ കെപ്റ്റ നിർവഹിച്ചു. വളരെ സങ്കീർണമായൊരു പ്രസവമായിരുന്നു അത്, മാസം തികയാതെയുള്ള ഒരു പ്രസവം. ഈ പ്രസവത്തോടുകൂടി അറീലിയ മരിച്ചു. കുട്ടിയും മരിച്ചു എന്നാണ് ആളുകൾ കരുതിയത്. മാസം തികയാതെ ഉണ്ടായ വളരെ ഭാരം കുറഞ്ഞ ഒരു കുട്ടി. അത് ജനിച്ചപ്പോൾ അതിന് യാതൊരു ചലനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത് നിന്ന ലൂക്കാനസ് ഈ കുട്ടിയെ കയ്യിലെടുക്കുകയും പെട്ടെന്ന് അതിൻ്റെ വായിലേക്ക് ശ്വാസം ഊതുകയും ചെയ്തു. അപ്പോൾ അത് കരയാൻ തുടങ്ങി. ഏതാണ്ട് മരിച്ചുവെന്ന് കരുതിയ കുട്ടി ജീവിച്ചു. അറീലിയ മരിക്കുകയും ചെയ്തു. അപ്പം അമ്മയില്ലാത്ത ആ കുട്ടിക്ക് ഐറിസ് ആ കുട്ടിയെ എടുത്ത് വളർത്തി. അമ്മയായി ഐറിസ് ആ കുട്ടിയെ വളർത്തി. അവന് പ്രിസ്കസ് എന്ന് പേരിട്ടു. അപ്പോൾ ഡിയോഡ്രസ് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി. തൻ്റെ മകന് അമ്മയില്ല. അതുകൊണ്ട് അയാളുടെ മുമ്പിൽ ഒരു പരിഹാര മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ബാല്യകാല സഖിയായ ഐറിസിനെ വിവാഹം കഴിക്കുക. ഐറിസിൻ്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണല്ലോ. പക്ഷെ അതിന് ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, ഒരു റോമൻ പട്ടാളത്തിലെ ഉന്നതനായ ഉദ്യോഗസ്ഥനായ ഡിയോഡ്രസ് ഒരു അടിമയുടെ ഭാര്യയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ പദവിക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം, അദ്ദേഹം ചെറുപ്പത്തിൽ ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണെങ്കിലും തൻ്റെ സാമൂഹികമായ പദവിക്ക് നിരക്കുന്നതല്ല. ഒരടിമ, അതായത് ഉത്ഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരടിമ. അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്രിമമായ ഒരു വംശാവലി ഉണ്ടാക്കി. അതായത് ഈ ഐറിസ് ഉന്നതമായൊരു കുടുംബത്തിൽ ജനിച്ചതാണെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ളൊരു വംശാവലി കൃത്രിമമായിട്ട് നിർമ്മിക്കുകയും രേഖകളിൽ അതിനുള്ള ആ വ്യാജ വംശാവലിയുടെ അടിസ്ഥാനത്തിൽ ഐറിസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് ഐറിസിൽ അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ലൂക്കാനസിനെ അലക്സാൻഡ്രിയയിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ പഠിക്കാനായിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ, പ്രാചീന കാലത്തെ ഏറ്റവും ഗംഭീരമായ ലൈബ്രറി അലക്സാൻഡ്രിയയിലായിരുന്നു നമുക്കറിയാം. അലക്സാൻഡ്രിയയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ലൂക്കാനസ് പഠനത്തിനായിട്ട് പോവുകയും അവിടെ വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം പഠനം നടത്തുകയുമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാർ അവിടെ വരുന്നുണ്ട്. ജോസഫ് ബെൻ ഗംലിയേൽ എന്ന യഹൂദ പണ്ഡിതൻ, ഇന്ത്യയിൽ നിന്നുള്ള റസ്തംജി, അദ്ദേഹം ഭാരതീയ തത്വചിന്തയിലും ചികിത്സാ പദ്ധതിയിലും പ്രത്യേകിച്ച് സംസ്കൃതത്തിലും ഒക്കെ ഉള്ള ഉപരിപഠനം ലൂക്കാനസിന് കൊടുത്തു. അങ്ങനെ വിവിധ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. അവിടെ വെച്ച് ലൂക്കാനസ് വൈദ്യശാസ്ത്രം അഭ്യസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ലൂക്കാനസിൻ്റെ ഗുരുവായ ജോസഫ് ബെൻ ഗംലിയേൽ അദ്ദേഹം ഒരു ദിവസം ലൂക്കാനസിനോട് പറഞ്ഞു, ഒരാളെ കാണാൻ പോകണം. എലാസർ ബിൻ സോളമൻ എന്ന ഒരു യഹൂദ പ്രമാണിയാണ്. അയാൾ രോഗാതുരനാണ്, അയാളെ പോയി കാണണം. അപ്പോൾ ലൂക്കാനസ് പറഞ്ഞു, ഞാൻ പണക്കാരെ ചികിത്സിക്കുകയില്ല, പാവങ്ങളെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, പണക്കാർക്കും രോഗം വരുമല്ലോ, അവർക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിലോ. ഏതായാലും ഗുരു പറഞ്ഞതല്ലേ എന്ന് കരുതി ഈ യഹൂദ പ്രമാണിയെ കാണാനായിട്ട് ജോസഫ് ബിൻ ഗംലിയേലിൻ്റെ നിർദ്ദേശപ്രകാരം എലാസർ എന്നു പേരായ യഹൂദ പ്രമാണിയെ കാണാനായിട്ട് ലൂക്കാനസ് പുറപ്പെട്ടു. അയാളുടെ വീട്ടിലെത്തി. അയാളുടെ മകളെ കണ്ടു, സാറ, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവളോട് കണ്ട പാടെ ഒരു വല്ലാത്തൊരു അഭിനിവേശം ലൂക്കാനസിന് തോന്നി. എലാസർ വളരെ മരണാസന്നനാണ്. അയാളെ പരിശോധിച്ചിട്ട് ലൂക്കാനോസ് പറഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എന്നെ വെറുതെ വിളിച്ചു വരുത്തുകയാണ്, കാരണം നിങ്ങൾ താമസിയാതെ മരിക്കും. അതെനിക്കറിയാം, എലാസർ പറഞ്ഞു. പക്ഷേ എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തരണം. എൻ്റെ മകന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ അവനെ കൊണ്ടുപോയി. ഇത്രയും വർഷങ്ങളായി അവനെ കാണാനില്ല. അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, കാരണം എൻ്റെ സർവ്വ സ്വത്തുക്കൾക്കും അവകാശി അവനാണ്. ലൂക്കാനസ് പറഞ്ഞു, ഞാനെങ്ങനെ കണ്ടെത്തും? നിനക്ക് കണ്ടെത്താൻ കഴിയും, നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ്
എലാസർ മരിക്കുകയും ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് ഒരു അടയാളം പറഞ്ഞിരുന്നു. അവൻ്റെ വിരലിൻ്റെ ചെറുവിരൽ കുറച്ച് വളഞ്ഞിട്ടാണ്. അത് കുടുംബപരമായി തന്നെ അങ്ങനെയാണ്. അതാണ് അവനെ കണ്ടെത്താനുള്ള ഏക അടയാളം. നീ അവനെ കണ്ടെത്തും എന്ന് പറഞ്ഞ് എലാസർ മരിക്കുകയും ചെയ്തു. സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ സംഭ്രമജനകവും വിസ്മയകരവുമായ ജീവിത കഥയുടെ അടുത്ത ഭാഗം നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.